മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിച്ച് ആശങ്കയിലാഴ്ത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിലും നടക്കുകയാണ്. ഡിസംബർ വരെ ദുരന്തബാധിതർക്ക് 9,000 രൂപ സർക്കാർ നൽകി. ജനുവരി മുതൽ തുടരാനുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങും. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചതോടെ സന്തോഷത്തിലാണ് ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങൾ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ പ്രവർത്തനം പുരോഗമിച്ചു വരികയാണ്. 300ഓളം വീടുകളുടെ കോൺക്രീറ്റ് പണി പൂർത്തിയാവാറായിരിക്കുന്നു. ദുരന്തം നടന്ന അന്നു മുതൽ ഇന്ന് വരെ സർക്കാർ ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് ചിലർ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി എന്നുള്ള വാർത്തകളുമായി രംഗത്തെത്തിയത്. ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാർ ഇവിടെ വീട്ടിലേക്ക് ഇവരെ മാറ്റുന്നത് വരെ തുടരാനാണ് തീരുമാനം എന്നുള്ളത് രാജൻ മിനിസ്റ്റർ വ്യക്തമാക്കിയും കഴിഞ്ഞു. എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിലേക്ക് ഇവിടേക്ക് ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകൾ സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. അവരോട് അവരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിക്കാം. റഷീദ് ഖാൻ, ടൗൺഷിപ്പ് നടന്നു കണ്ടോ? ഇങ്ങോട്ടേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു? ഞങ്ങൾ ഇപ്പോൾ ഫെബ്രുവരി 20-ാം തീയതി ആകുമ്പോഴത്തേന് ചാവി കൊടുക്കും, അതായത് പാലുകാച്ച ഉണ്ടാവും എന്നാണ് നമ്മളെ മിനിസ്റ്ററൊക്കെ പറയുന്നത്. ആ സന്തോഷത്തിൽ ഞങ്ങളിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയത്. നമുക്ക് രാവിലെ പണിയൊക്കെ നമുക്ക് കാണാം, വീടുകളൊക്കെ കാണാം എന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ മറ്റ് ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇന്ന് കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ, അതായത് 9,000 രൂപ വെച്ച് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നു. ഇതുവരെ കിട്ടിയിരുന്നോ? ഡിസംബർ വരെ കിട്ടിയിരുന്നു. ആദ്യം 3 മാസം തന്നു, പിന്നീട് 6 മാസത്തേക്ക് അത് നീട്ടുകയുണ്ട്. അങ്ങനെയാണ് 12 മാസം, മൊത്തത്തിൽ 12 മാസം തന്നു. ഡിസംബർ വരെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില സാങ്കേതിക, അതായത് ഈ 12 മാസത്തേക്കുള്ള അനുമതി ഉണ്ടായിരുന്നു. മന്ത്രിസഭാ യോഗം തീരുമാനം ഉണ്ടായിരുന്നു. അടുത്ത മന്ത്രിസഭയിലാണ് ഇനി ഉള്ള എത്ര ദിവസം കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ വരേണ്ടത്. അതിലൊരു ചെറിയ ഡിലേ ആണ് ഉണ്ടായിരുന്നത്. സാങ്കേതിക തടസ്സങ്ങൾ എന്ന് പറയണം, അതാണ് ഇത്രയും പ്രശ്നങ്ങളാക്കി എടുത്തത്. ഇപ്പം ഇന്നലെ നമ്മളെ കാർഷിക, അതായത് കൃഷി നഷ്ടപ്പെട്ട ആളുകളുടെ ഹിയറിംഗ് ഇന്നലെ ചൂരൽമല വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരും റിപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ആരും അറിയരുത്. എന്നാൽ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നുമുണ്ട്. ഇന്നലെ ആരെങ്കിലും അതിനെക്കുറിച്ചൊരു ന്യൂസ് കൊടുത്തു. ഇന്നലെ ചൂരൽമല പള്ളിയിൽ വെച്ച്, ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചിട്ട് അതിൻ്റെ ആളുകളെ വിളിക്കുകയും അതിൻ്റെ ഹിയറിംഗ് എടുക്കുക. 2 മെമ്പർമാർ, ഷൈജ ബേബിയും സാഹിത്യക്കൊക്കെ വിളിച്ച് ആളുകളെ വിളിച്ച് അതായത് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ബിൽഡിങ്ങൾ ഇതിൻ്റെ ഫണ്ട് റെഡി ആയിട്ടുണ്ടെന്നും അത് അടുത്ത് തന്നെ കൊടുക്കുന്നു മിനിസ്റ്റർ ഇന്നലെ രാജ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ചികിത്സാ ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാടക മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൂപ്പണ്, പിന്നെ 1000 രൂപയുടെ കൂപ്പണ് അതും കിട്ടി. ഇപ്പോൾ ജനുവരി വരെയുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സിസ്റ്റം എന്ന പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മളെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ MLA പറയുന്നത് 765 കോടി എന്ത് ചെയ്തു, 765 കോടി ചെയ്തു എന്ത് ചെയ്തു ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ കണ്ണീരിൻ്റെ വില, അതായത് ദുരന്തബാധിതനായ എൻ്റെ അടക്കമ്പോഴുള്ള മുണ്ടക്കൈക്കാരെ കണ്ണീരിൻ്റെയും ചൂരൽമലക്കാരെ കണ്ണീരിൻ്റെ വില പറഞ്ഞുകൊണ്ടാണ് KPCC പൈസ പിരിച്ചത്. ഈ 1.5 വർഷം ആ പൈസ എന്ത് ചെയ്തു നിങ്ങൾ ചോദിച്ചതല്ലേ? ആ പൈസ എവിടെയെന്ന് വെച്ചു, കണക്ക് നിങ്ങൾക്ക് പറയണമെന്ന് വെച്ചു. എനിക്ക് അറിയാനുള്ള അവകാശമല്ലേ? ഞാൻ ദുരന്തബാധിതനല്ലേ? എൻ്റെ പേരിൽ ആ പൈസ എന്ത് ചെയ്തെന്ന് എനിക്കറിയാണ്ട്. ഈ 1.5 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ആനക്കാട്ടിൽ സ്ഥലം എടുത്തിട്ടുള്ളത്. അത് ഇനി പുനർജനി പോലെ കല്ലിട്ടിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ സഹപ്രവർത്തകർ പോയിട്ട് തരഞ്ഞെടുക്കേണ്ടി വരുമോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അത് മൂടി വെച്ചും കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നേരെ തിരിയാൻ ഇവർക്ക് സമയമുള്ളൂ. ഇപ്പോൾ പ്രവർത്തി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. നോക്കി, ഒരു സിസ്റ്റമാറ്റിക് ഒരു യന്ത്രം വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ തൊഴിലാളികളും ഷിഫ്റ്റായിട്ട്. ഞാൻ രാവിലെ 8 മണിക്കൊന്ന് വന്നതാ. 8 മണിക്കൊപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. ഞാൻ നിങ്ങളൊന്ന് ക്യാമറ തിരിച്ചു നോക്കിയേ. ഈ തണുപ്പത്തും ഇവർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് വരുമ്പോൾ ഇവർക്ക് ചായ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ തണുപ്പത്തൊന്ന് പണിയെടുക്കുന്നത്. പക്ഷേ നമുക്ക് ഒരാൾക്ക് 2 കൊടുത്താൽ പോലെ അത് 1000-ഓളം വർക്കേഴ്സ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മൾ അത്രയും സന്തോഷത്തോടെ ഇപ്പോൾ ഇന്ന് രാവിലെ വന്ന് വർക്ക് കണ്ട് സന്തോഷമായിരിക്കുകയാണ്. ജാഗ്രതയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി എന്താ പേരെന്താ? എന്നോട് വിട്ടുപോയി. സെറീന എന്ന പേര്. രാവിലെ തന്നെ എല്ലാവരും കുട്ടികളെയും കൂട്ടി വന്നിരിക്കുക. അതെ, വളരെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വീട് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നമുക്ക് വീട് നമ്മളെ കയ്യിലെത്തുന്നു. എപ്പോഴും മുന്നേ ഇവിടെ വന്നേ? ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് വന്നപ്പോഴൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മാസമായി നമ്മൾ ഇതിൻ്റെ പുറകെ വന്നിട്ടില്ല.
കാരണം സമയം കിട്ടിയില്ല. ഇതിനിടയിൽ ഇത്രയും വലിയ അതെ അതെ, വളരെ മുന്നോട്ട് നമ്മൾ ന്യൂസ് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ടിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എന്തായാലും വളരെ സന്തോഷം. വീടൊക്കെ ഇഷ്ടപ്പെട്ടു? അത് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സൗകര്യമുള്ള നല്ല വീടാണ്. ഒരു കുടുംബത്തിന് അത്യാവശ്യം സൗകര്യമുണ്ട്. ഒരു മോശം പറയാനായിട്ടൊന്നുമില്ല. കാരണം അത്രയും നല്ല വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. മാറാൻ റെഡിയായോ? എത്രയും പെട്ടെന്ന് അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും വീട് കണ്ട? എങ്ങനെയുണ്ട് വീട്? കുഴപ്പമില്ല. ഇതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കൃത്യമായി യാഥാർത്ഥ്യങ്ങൾ അറിയാം. സർക്കാർ ഇതുവരെ എല്ലാ ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇനി നിഷേധിക്കുമെന്നുള്ള ഒരു മനോഭാവം സർക്കാരിന് എന്തായാലും അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്ത ബാധിതർ. ഇതിൽ ആകെ പ്രതിസന്ധിയായിരിക്കുന്നത് മറ്റു മാധ്യമങ്ങളുടെ വാർത്തകളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവും മാത്രമാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് അതിലൊന്നും തന്നെ വീഴാതെ മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്ത ബാധിതർ സർക്കാരിനൊപ്പം തന്നെയുണ്ട്. ടൗൺഷിപ്പിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.